ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെല്ലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി അതെടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് 4 കീറി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെറുതാക്കി ഒന്നും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ജാറിൽ ഇട്ടിട്ടുണ്ട് അത് ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി നൈസായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായി നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അരച്ചിട്ട് വരാം. ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ, നല്ല നൈസായിട്ട് നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് അത് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് നല്ല കൊഴുത്ത് ഉരുളൻകിഴങ്ങ് മാത്രമേ അരച്ച് കൊടുക്കണം, നല്ല കൊഴുകുഴ തന്നെ കേട്ടോ. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ കൊണ്ട് മിക്സിയിൽ ജാറിൽ നിന്ന് കോരി ഇങ്ങോട്ട് പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടത് 2 ഉരുളൻകിഴങ്ങ് അരച്ചത് ഞാൻ അതിൻ്റെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു കേട്ടോ. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കറി മസാലപ്പൊടി കേട്ടോ. കറി മസാലപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ചേർത്തു. പിന്നെ കായപ്പൊടി ഉണ്ടല്ലോ, ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണമെല്ലാം മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർത്തു കേട്ടോ. കറിക്കായത്തിൻ്റെ പൊടിയില്ലേ അത് കേട്ടോ, അത് ചേർത്തു. 1 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണ് കഷ്ടി ചേർക്കുള്ളൂ, ചെറിയ ടീസ്പൂൺ കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പുഴുങ്ങുമ്പോൾ ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കാരണം കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിട്ടാ. എന്നിട്ട് എല്ലാം കൂടി എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമുക്കൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ 3/4 ഭാഗത്തോളം പൊടി മൈദ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. കടലമാവ് ഉണ്ടെങ്കിൽ ചിലർക്ക് കടലമാവ് ഇഷ്ടമെങ്കിൽ അതെടുത്താൽ കേട്ടോ. ഇവിടെ കടലമാവ് അത്ര താല്പര്യമില്ലാത്ത കാരണം ഞാൻ മൈദപ്പൊടി എടുക്കണം കേട്ടോ. കടലമാവ് കൊണ്ടും നമുക്കിത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് മൈദന് എടുത്തുള്ളത്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കണ രൂപത്തിന് അതിൽ ഒരു ലൂസ് വരണം, അത്യാവശ്യം ഒരു ലൂസ് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഈ പരുവം മതി കേട്ടോ. അപ്പോൾ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുപ്പി, ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്കിട്ട് നമ്മൾ മാവ് ആക്കണം. അപ്പോൾ അതിൻ്റെ മൂടിക്ക് ഓട്ടൊക്കെ കുത്തിയിട്ട് അടുക്കെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മങ്ങണ കുപ്പീന് ഏറ്റവും നല്ലത്. ബലം പിടിച്ച് നിൽക്കണ കട്ടിയുള്ള കുപ്പി ഉണ്ടല്ലോ, അതത്ര പോരില്ല കേട്ടോ നമ്മൾ ഞെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കട്ടിയുള്ള കുപ്പി എടുക്കാണ്ട് കനം കുറഞ്ഞത് പോലത്തെ ഇങ്ങനെ ഞെങ്ങിണ കുപ്പികളുണ്ടല്ലോ, അത് എടുത്താൽ ആദ്യമായിട്ടാണ് കണ്ടത്. ഇതുപോലെ ഇങ്ങനെ ബലമുള്ള കുപ്പികൾ എടുക്കരുത്. ഇതാകുമ്പോൾ ഇങ്ങനെ അമർത്തി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അത് കാരണം വളരെ കനം കുറഞ്ഞ വെള്ളം കുപ്പിയായിട്ടാണ് ഞാൻ എടുത്തുള്ളത്. വെള്ളം നിറച്ച് വരുന്ന ഇതില്ലേ കുപ്പികളില്ലേ, അതാണ് എടുത്തുള്ളത്. എന്നിട്ട് നമ്മളൊരു എൻ്റെ കയ്യിൽ പേപ്പർ ബാഗ് ഇല്ല കേട്ടോ, അത് കഴിഞ്ഞിരിക്കുക. കാരണം ഞാനൊരു 50 പൈസയുടെ നല്ല വൃത്തിയുള്ള കിറ്റ് കഴുകി ഉണക്കിയത് ഇരുന്ന് അതിലേക്ക് നമ്മൾ ആ മാവ് ആക്കിയിട്ട് ആ മൂല സൈഡ് ഒന്ന് വെട്ടി കൊടുത്തിട്ട് നമുക്ക് മാവ് കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പേപ്പർ ബാഗ് ഇല്ലാത്ത കാരണം 50 പൈസയുടെ കിറ്റ് കഴുകി ഉണക്കി വൃത്തിയാക്കിയതിലേക്ക് ഞാൻ ആ മാവ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ മാവ് ഒഴിച്ച് റെഡിയാക്കിയിട്ടിട്ട് ഇനി അതിൻ്റെ മൂല തിരിച്ച് വെച്ചിട്ട് ആ മൂല ഒന്ന് വെട്ടി കൊടുക്കുക. ആ മൂല ചെറുതാക്കി വെട്ടിയിട്ട് കുപ്പിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വെക്കണം. അപ്പോൾ നമ്മൾ സ്നാക്സ് തയ്യാറാക്കാൻ റെഡിയാക്കി വെച്ച കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയിലേക്ക് മാവ് ഇതുപോലെ അപ്പോൾ വെട്ടിയത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കുക കേട്ടോ. അപ്പം മാവ് അതിലേക്ക് വീഴും കണ്ട. അതുപോലെ കുപ്പിയുടെ ഉള്ളിലേക്ക് ഞെക്കി ഇങ്ങനെ കൊടുക്കട്ടെ. അപ്പോൾ അതൊക്കെ ഞെക്കിയുള്ളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ഞെക്കി കൊടുക്കട്ടെ. കൂടുതൽ ഓവറായി ഞെക്കിയതുപോലെ കുപ്പിയുടെ മൂട് അടഞ്ഞിരിക്കും കേട്ടോ തോനെയാവുമ്പോൾ. അപ്പോൾ കുറേശ്ശെ ഞെക്കിയിട്ട് നിറച്ച് അതിലത്തെ മാവ് കഴിയോളം കറക്റ്റാക്കി എടുക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ ഇതുപോലെ ഞെക്കിയിട്ട് ഞാൻ ആ കുപ്പി മുഴുവൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരു വിധം ഞാൻ ആ ബാഗിലെ മാവൊക്കെ റെഡിയാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് റെഡിയാക്കിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട താര കുപ്പിയിലധികം ഉള്ള മാവ് കേട്ടോ. വലിയ കുപ്പി വെള്ളമാണ്, അത് കാരണം ഒരു ഭാഗത്തോളം കിട്ടി. ഇനി നമ്മൾ എണ്ണ ഒരു പാനിൽ വെച്ച് ചൂടായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് വേണ്ടതുപോലെ ഇങ്ങനെ പീച്ച് കൊടുക്കുക. കുപ്പീൻ്റെ മൂടി ഇങ്ങനെ ഓട്ടയാക്കി ഇട്ടിട്ട് അത് കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ മാവ് ഇങ്ങനെ പോരും കേട്ടോ. കണ്ട. അപ്പോൾ ഇത് അധികം തീ കൂട്ടിയിടാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതിങ്ങനെ ഞെക്കി എല്ലാവരുടെയും കുപ്പിയിൽ ഇങ്ങനെ വീഴ്ത്തുന്ന നമുക്ക് പാകത്തിനായെന്ന് കണ്ട കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നല്ല റോസ്റ്റാക്കി എടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ അടിഭാഗം മറയ്ക്കാറായിട്ട്. അപ്പോൾ അടിഭാഗം മറയ്ക്കാറാകുമ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്നും മറച്ചിടണം. പരന്ന പ്ലാനായ കാരണം അതിൽ നന്നായി വട്ടനെ പരത്തിയ കാരണം 2 ചട്ടവും കൂട്ടി പിടിച്ചിട്ടാണ് ഞാൻ മറച്ചിടുന്നത് കണ്ട.
നോക്കിയൊക്കെ ഇപ്പം മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ട് ഭാഗം ഒന്ന് റോസ്റ്റായി കിട്ടണം, നല്ല അടിഭാഗം കൂടി ഒന്ന് റോസ്റ്റായി കിട്ടണം. കളർ മാറി കണ്ട റോസ്റ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കരിയും പെട്ടെന്ന് കരിയും കേട്ടോ. അധികം നേരം ഒരു കളർ വിധം വന്നിട്ട് പിന്നെ ഇടുകയാണെങ്കിൽ നമ്മൾ അത് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാൻ കുപ്പിയോളിൽ ഇങ്ങനെ എണ്ണയിലേക്ക് റോസ്റ്റാക്കിയിട്ട് ഇത് എടുത്തിട്ട് കണ്ടാൽ നോക്കി നല്ല ഭംഗിയിട്ട് കാണാം. നല്ല പിടുന്നനെ ഞാൻ മൊരിഞ്ഞ് നല്ല ടേസ്റ്റിൻ്റെ ഇട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.